ഹലോ, എല്ലാവർക്കും നമസ്കാരം. നമുക്കിന്നൊരു എരിശ്ശേരി തയ്യാറാക്കാം. അതിനുവേണ്ടി ആദ്യം തന്നെ ഈ വൻപയർ വേവിച്ചെടുക്കാം. ഇനി പടവലങ്ങയും നരമ്പനും ചെറുതായി കഷ്ണങ്ങളാക്കി മുറിച്ചു മാറ്റാം. അതിലേക്ക് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 സ്പൂൺ ഉപ്പ്, ആവശ്യത്തിന് വെള്ളം കൂടി ചേർത്ത് വേവിച്ചെടുക്കാം. ഇനി അതിനായുള്ള അരപ്പ് തയ്യാറാക്കാം. 1 മുറി തേങ്ങ, 10 കാന്താരി മുളക്, 2 പിരിയൻ മുളക്, ആവശ്യത്തിന് വെള്ളം കൂടി ചേർത്ത് അരച്ചെടുക്കാം. അതിലേക്ക് 2 വെളുത്തുള്ളി, 1 സ്പൂൺ ജീരകം കൂടി ചേർത്ത് അരച്ചെടുക്കാം. ഈ അരപ്പ് വേവിച്ച് വെച്ചിരിക്കുന്നതിലേക്ക് ഒഴിച്ചു കൊടുത്ത് നന്നായി തിളപ്പിച്ചെടുക്കാം. നന്നായി തിളച്ച ശേഷം കറി നമുക്ക് മാറ്റിവെക്കാം. ഇനി ചൂടായ പാത്രത്തിലോട്ട് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അതിലേക്ക് 1 സ്പൂൺ കടുകും 1 തണ്ട് കറിവേപ്പിലയും കൂടി എടുത്ത് നന്നായി ചൂടാക്കിയെടുക്കാം. ഇനി നന്നായി ചൂടാക്കിയെടുത്ത കടുകും കറിവേപ്പില കറിയിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ഒരു 10 മിനിറ്റ് അടച്ചു വെക്കാം. 10 മിനിറ്റിന് ശേഷം ചൂടോടെ അപ്പത്തിൻ്റെ കൂടെ ചോറിൻ്റെ കൂടെ കഴിക്കാവുന്നതാണ്. ഇവിടെ സ്വാദിഷ്ടമായ എരിശ്ശേരി തയ്യാറായി. എല്ലാവരും തയ്യാറാക്കി നോക്കുക. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. താങ്ക് യു.